ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ എന്ന് പറയാൻ പോണത് വെറ്റില കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുത വിദ്യയെ കുറിച്ചാട്ടോ. അപ്പൊ വെറ്റില എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇലയിട്ട് ആരും കണക്കാക്കരുത്, അത് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് കേട്ടോ. നമ്മുടെ വെറ്റിലയിലെ 3 ദേവിമാരാണ് ഇരിക്കുന്നത്, നമ്മളെ കൈകളിൽ ഇരിക്കണ പോലെ തന്നെ. ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, പാർവതി ദേവി. അപ്പൊ ഇങ്ങനെ 3 ദേവിമാരുള്ള വെറ്റിലയാണ്. അതാണ് നമ്മളെ വെറ്റിലയുടെ സങ്കല്പം. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ ചെയ്യണ മഹാ അത്ഭുതമായിട്ടുള്ള ക്രിയക്ക് എന്ത് വേണം, വെറ്റില നമ്മൾ കീറാത്തത് നോക്കിയെടുക്കുക. ഇപ്പൊ വേനൽക്കാലാണ് വെറ്റില നല്ലത് കിട്ടാൻ പ്രയാസമാണ്, എങ്കിലും ഉള്ളതിൽ വെച്ച് നല്ലത് എടുക്കുക. ഓട്ടയും തോളയൊന്നും ഇല്ലാത്തത് നോക്കിയെടുക്കുക. എന്നിട്ട് എന്ത് വേണം, അത് നമ്മൾ നന്നായിട്ടൊന്ന് ശുദ്ധീകരിക്കുക. ശുദ്ധീകരിക്കുക പറഞ്ഞ ഒന്നുമല്ല, ഈ കണ്ണി കണ്ട ജീവികളൊക്കെ അരിച്ചിട്ട് അതില് ചിലവര് കാഷ്ടിച്ചിട്ടും ഒക്കെ ഉണ്ടാവും, അത് വിചാരിച്ചിട്ടാട്ടോ. വെറ്റില ശുദ്ധമല്ലാഞ്ഞിട്ടല്ല. അപ്പൊ നമ്മളൊന്ന് വെറ്റില ഒന്ന് വെള്ളം തളിച്ച് തുടച്ചെടുക്കുക. അപ്പൊ നമ്മൾ വെറ്റിലയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ വെറ്റിലയിൽ നോക്കൊണ്ടു, ആദ്യത്തെ വെറ്റിലയിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്, പച്ചരി. അപ്പൊ നമ്മൾ വൃത്തിയായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പച്ചരി എടുക്കുക. മനസ്സിലായല്ലോ? കഴുകി നമുക്ക് ഉണക്കാൻ സാധിക്കിച്ച അങ്ങനെ എടുക്കുക. നമ്മൾ ഉപയോഗിച്ചതെന്ന് എടുക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ അല്ലെങ്കിൽ കഴുകി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ പുതിയ കൊണ്ടുവരണ അരിന്ന് കുറച്ച് മാറ്റി വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ എടുക്കുക. അപ്പൊ രണ്ടാമത്തേല് നമ്മൾ എന്താ ചെയ്യണ്ടേ, 3 കോയിൻ ഇങ്ങനെ വെക്കുക. കണ്ടല്ലോ, 3 കോയിൻ അങ്ങനെ വെച്ചു. അപ്പൊ രണ്ടാമത്തെ വെറ്റിലയിൽ നമ്മള് 3 കോയിൻ വെക്കുക. അപ്പൊ മൂന്നാമത്തെ വെറ്റിലയിൽ എന്താ ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ കണ്ടോ, ഇങ്ങനെ ജീവസുള്ള ഗ്രാമ്പു കണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ 3 ഗ്രാമ്പു നമ്മളിങ്ങനെ ഈ വെറ്റിലയിൽ വെക്കുക. കണ്ടല്ലോ, 3 ഗ്രാമ്പു ഇങ്ങനെ നമ്മൾ വെറ്റിലയിൽ വെക്കുക. കണ്ടല്ലോ. അപ്പോ ഇതിന് എന്താ ചെയ്യാന്നുള്ളതല്ലേ. ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ഈ വീട്ടിലത്തെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും എല്ലാവിധ നെഗറ്റീവ് എനർജികളും മാറ്റി എൻ്റെ വീട്ടിലേക്ക് നല്ലത് കൊണ്ടുവരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളിത് എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയും. ഇത് എവിടെ വെക്കേണ്ടതെന്ന് ആദ്യം പറയാം. അപ്പൊ നമ്മളിത് പൂജാമുറിയിൽ വെക്കണം. എത്ര ദിവസം വെക്കണം എന്ന് എല്ലാവർക്കും ചോദ്യം ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മള് 3 ദിവസം വെക്കുക പൂജാമുറിയിൽ. ഇങ്ങനെ നിങ്ങൾക്ക് ഞാനിപ്പോ വലിയ തളിക എടുത്തുന്നത് താഴെ ഭഗവാന്റെ താഴെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിന്റെ മുകളിൽ വെക്കുക വെച്ചിട്ടാ. എല്ലാവർക്കും ഇത്ര സൗകര്യം കിട്ടില്ല. ചെറിയ തളിക വെക്കുകയാണെങ്കിലും വലിയ അടുത്തടുത്ത് അണച്ചു വെക്കുക കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ വെക്കുമ്പോ ഒരു പ്രത്യേക തരണ്ട്. ഈ ഞെട്ടുഭാഗം കണ്ടല്ലോ, ഈ ഞെട്ടുഭാഗം ഇത് നമ്മൾ ഭഗവാന്റെ നേർക്ക് വേണം വെക്കാൻ. ഇത് നമ്മളെ നേർക്ക് വെക്കരുത്. ഈ വാൽഭാഗം നമ്മളെ നേരിക്കും. കണ്ടല്ലോ, ഇങ്ങനെ വാൽഭാഗം നമ്മളെ നേരിക്ക. അപ്പോ ഭഗവാൻ എങ്ങനെ ഇരിക്കണ വെച്ചാൽ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കുക. ഇതിങ്ങനെ ഭഗവാൻ കിഴക്കോട്ടല്ലേ നോക്കുക. അപ്പൊ കിഴക്കോട്ട് വെറ്റിലയുടെ തല വരാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കിഴക്കേ ഭാഗത്തേക്ക് തല വരാൻ, പടിഞ്ഞാറ് ഭാഗം ഭഗവാന്റെ ഭാഗത്തേക്ക് വരാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ വേണം കേട്ടോ ഇത് വെക്കാനായിട്ട്. അപ്പൊ ഇതിങ്ങനെ തന്നെ വേണം വെക്കാൻ, നമ്മൾ മാറ്റി വെക്കരുത്. അപ്പൊ ഇനി ഇത് 3 ദിവസം കഴിയുമ്പോൾ ഈ വെറ്റിലേക്ക് വാടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇതിലത്തെ കോയിൻ ഉണ്ടല്ലോ, ഈ 3 കോയിൻ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു വെച്ച 3 കോയിനാണ്. ഈ 3 കോയിൻ നമ്മളെ പണം വെക്കണ പെട്ടിയില് അല്ലെങ്കിൽ നമ്മളെ ബാഗില്, നമ്മള് ജോലിക്ക് പോണ കുട്ടികളാണെങ്കിൽ വാനിറ്റി ബാഗിൽ വെക്കുക, അല്ലെങ്കിൽ പേഴ്സിൽ വെക്കുക. പലരും പറയുന്നു ഇപ്പൊ ഫോണിലാണ് അമ്മേ പൈസ, അല്ലാതെ ഞങ്ങളുടെ അടുത്തൊന്നും ഒരു പണപ്പെട്ടി ഇല്ലാന്ന്. വേണ്ട മക്കളെ, നമ്മളൊരു സ്വാമിയുടെ മുന്നിലൊരു അളുക്കില് നമ്മളൊരു ഹുണ്ടിക ഉണ്ടാവൂല, അതിലിട്ട് വെച്ചോളൂ കേട്ടോ. ഇങ്ങനെ പറയണ കുട്ടികൾക്കുള്ളതാണ് ഈ മറുപടി. വിശ്വാസം ഇല്ലാണ്ട് പറയുകയാണ്. ആരെങ്കിലും ഒരു പണപ്പെട്ടിയായിട്ട് വേണമെന്നൊന്നുമില്ലല്ലോ. നമ്മളൊരു പേഴ്സോ ഒരു ബാഗോ എന്താ വെച്ചാൽ വൃത്തിയുള്ളത് വേണം കേട്ടോ. അതിൽ കണ്ണി കണ്ട കീറക്കടലാസ് ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി വെക്കണം. പിന്നെ പണം നമ്മൾ ഒരേ പുറത്തേക്ക് എന്താ പറയുക, പൈസയുടെ ഒരേ ഭാഗത്തേക്ക് ഗാന്ധിയപ്പൂപ്പൻ ഉണ്ടല്ലോ നമ്മളെ ഇതില്, എല്ലായിടത്തേക്കും ഗാന്ധിയപ്പൂപ്പൻ വരിക. അപ്പൊ മറ്റേ ഭാഗത്തേക്ക് ഒരേപോലെ വരില്ല, ഒരേ സൈഡിൽ അങ്ങനെ അടുക്കി നിങ്ങൾ വെക്കുക. അതിൽ നമ്മളെ കോയിന് നമ്മൾ കൊണ്ടുപോയി വെക്കുക. അരി, ഇതിലത്തെ അരി നമ്മൾ കളയാനുള്ളതല്ല കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കണം, നമ്മൾ എവിടുന്നാണോ ഈ അരി എടുത്ത് വെച്ചാൽ അതില് ഭക്തിപൂർവ്വം നമ്മൾ അതിൽ കൊണ്ടുപോയിടുക. പിന്നെ നമുക്ക് അന്നത്തിന് ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഗ്രാമ്പു എന്താ ചെയ്യാന്ന് എല്ലാവർക്കും ചോദ്യമുണ്ട്. ഈ ഗ്രാമ്പു കളയാനുള്ളതല്ല കേട്ടോ. ഇതും നമ്മളുടെ പണം വെക്കണ അലമാറയില് അല്ലെങ്കിൽ നമ്മൾ വസ്ത്രങ്ങൾ വെക്കണ അലമാറയിൽ വെച്ചാലും മതി. പക്ഷെ നമ്മൾ ഇട്ട് പഴകിയത് വെക്കണോടത്ത് വെക്കരുത്, ശുദ്ധമുള്ളടത്ത് വേണ്ടേ. അപ്പൊ ഇത് എവിടെ വെക്കുന്നു വെച്ചാൽ അവിടെയൊക്കെ സമ്പൽ സമൃദ്ധി വരുന്നതാണ്. അരി വെക്കണോടത്ത് നമ്മൾ അരിപാത്രം പിന്നെ ഒഴിയില്ല. പൈസ വെക്കണോടത്ത് ഈ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒഴിയില്ല. അതുപോലെ ഗ്രാമ്പു എവിടെ വെക്കണോ അവിടെ സമ്പൽ സമൃദ്ധാവും. നിങ്ങളിത് എന്തിന്റെ കൂടെ വെച്ചോളൂ, പണത്തിന്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ, ഡ്രസ്സിന്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇട്ട് പഴകിയ നമ്മൾ കഴുകാത്ത ഡ്രസ്സിന്റെ അടുത്ത് നമ്മൾ വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ മക്കളെ, ഇതൊക്കെ എല്ലാരും വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കണം. വിശ്വാസം ഇല്ലാത്തവരൊന്നും പറയണ്ട, ചെയ്തു നോക്കും വേണ്ട. ഇത് കണ്ടില്ലേ, കാണാത്ത പോലെ നടക്കുക. എല്ലാതും നമ്മളെ ഭൂമിയിൽ തന്നെ വിശ്വാസമാണ് മക്കളെ, എല്ലാം ഒരു വിശ്വാസമാണ്.
പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് വിശ്വാസം ഉണ്ടാവുക. അപ്പോഴേ ഉള്ളൂ നമ്മളെ വീട്ടിൽ പോസിറ്റീവ് എനർജി വരിക. വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ആരെ വിളിക്കാൻ, ഒരു ഭഗവാനെ എന്ന് വിളിക്കാൻ പോലും നമുക്ക് വിശ്വാസം വേണ്ടേ. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും എല്ലാവരും പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് കാര്യമാണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ നടക്കും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇത് ചെയ്യണോട് കൂടിയിട്ട് ആഗ്രഹങ്ങൾ പറയാം. ചിലവർക്ക് മക്കളുടെ വിദ്യാഭ്യാസം എക്സാം വരികയാണ്, നല്ല മാർക്ക് കിട്ടണമെന്നായിരിക്കും. എങ്കിൽ ഇത് ആഗ്രഹിച്ചോളൂ. കുട്ടികളെ പുസ്തകത്തിന്റെ അടുത്ത് കൂടെ നിങ്ങൾക്ക് ഈ ഗ്രാമ്പു വെക്കാട്ടോ. ഈ ഗ്രാമ്പു പൂജിച്ച ഗ്രാമ്പുവാണ്, 3 ദിവസം പൂജിച്ച ഗ്രാമ്പുവാണ് അല്ലെ. അപ്പൊ നിങ്ങൾ പുസ്തകത്തിന്റെ കൂടെ വെക്കാട്ടോ. സരസ്വതി ദേവി, നമ്മളെ വെറ്റില സരസ്വതി ദേവിയാണ്, മനസ്സിലായില്ലേ. വെറ്റിലയിൽ വെച്ചിട്ടാ ഇതൊക്കെ നമ്മൾ പൂജ ചെയ്യണം, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ വാടി കഴിഞ്ഞ വെറ്റില നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വെറ്റില എന്താ ചെയ്യാന്നുള്ള ചോദ്യം ഉണ്ടാവും. ഒന്നുകിൽ നമ്മളെ ശുദ്ധമായ തുളസിയുടെ തറയിൽ വെക്കാം. വെറ്റില അവിടെ ഇരുന്ന് കരിഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നനയ്ക്കും ചെയ്യുമ്പോൾ അതങ്ങനെ അവിടെ അരിഞ്ഞു ചേർന്നോട്ടെ. അല്ലെങ്കിൽ നമ്മളെ തെങ്ങിൻ തടം അവിടെ നമ്മൾ മത്സ്യമാംസാദികൾ കൊണ്ടിടുന്നോർത്ത് ഇടരുത് കേട്ടോ. അങ്ങനത്തോടത്ത് കൊണ്ടിടുക. അതൊന്നും സാധിക്കാത്തവർക്ക് ഒഴുകണ വെള്ളത്തിൽ ഈ വെറ്റില കൊണ്ടുപോയി ഒഴുക്കാം. കുളിക്കാൻ നിങ്ങൾ കുളത്ത് പോണവരോ തോട്ട് പോണവരോ പുഴയിൽ പോണവരോ ആണെങ്കിൽ ഒഴുക്കും ചെയ്യുക. ഇത്രയ്ക്ക് അമ്മയ്ക്ക് ഇന്ന് പറയാളൂ. അപ്പൊ അതൊക്കെ എല്ലാവരും വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കണം. അപ്പൊ എന്താ കൂട്ടത്തിലെ എന്ത് ചെയ്യണം, ഇത് ഷെയർ ചെയ്തെത്തിക്കണം. എല്ലാവരും ഇത് അറിഞ്ഞോട്ടെ, എല്ലാവർക്കും ഗുണമുണ്ടായിക്കോട്ടെ. നമ്മൾ എന്താ പറയാ, ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് തന്നെയാണ് അമ്മയുടെ പ്രാർത്ഥന കേട്ടോ. വേറെ ഒരു പ്രാർത്ഥനയും അമ്മയ്ക്കില്ല. അപ്പൊ ഇതൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താലേ ഉള്ളൂ അമ്മ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. പല കുട്ടികളും നോട്ടിഫിക്കേഷൻ കാണാനില്ല അമ്മയെ വിളിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ.